ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ആദർശ്. മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് അഥവാ രണ്ടാംകൃതി സമവാക്യങ്ങൾ എന്ന ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ, രണ്ട് A+ നിർണ്ണയിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ നിർബന്ധമായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം എന്നതാണ് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ചോദ്യത്തിൽ തന്നിട്ടുള്ളത് ചുറ്റളവാണ്. ഈ റെക്റ്റാങ്കിളിൻ്റെ ചുറ്റളവ് 36 സെൻറ്റിമീറ്റർ ആണ് എന്നുള്ള കാര്യം ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത്, ചുറ്റളവ് അഥവാ പെരിമീറ്റർ എന്ന് പറയുന്നത് കാണാനുള്ള സൂത്രവാക്യം അഥവാ ഫോർമുല എന്തായിരുന്നു? 2 × L + B ആണല്ലോ. അതെത്രയാ? 36. അങ്ങനെയാണെങ്കിൽ നീളം പ്ലസ് വീതി, അപ്പോൾ നിങ്ങൾക്ക് എഴുതി വെക്കാം. ചുറ്റളവ് തന്നിക്കെങ്കിൽ നീളവും വീതിയും കൂട്ടിയാൽ എത്രയാ? ചുറ്റളവിൻ്റെ പകുതി 36ൻ്റെ പകുതി 18 സെൻറ്റിമീറ്റർ. ആ കാര്യം വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതി വെക്കാം. പക്ഷേ ഇവിടെ ചോദ്യത്തിൽ എന്താ ചോദിച്ചത്? AB യും BC യും കൂട്ടിയാൽ എത്രയാണ്? എന്താ നമ്മുടെ AB? അത് നീളമാണ് സാറേ. BC യോ? വീതിയാണ് സാറേ. അപ്പോൾ AB + BC എത്രയാണെന്ന് ചോദിച്ചാൽ, AB + BC എത്രയാണെന്ന് ചോദിച്ചാൽ എന്താ ആൻസർ? AB + BC എന്ന് പറയുന്നത് 18 സെൻറ്റിമീറ്റർ. അത് നമ്മൾ ചെയ്തു. ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്കെ, സെറ്റ് അല്ലടാ? ആണ്. ഇനി നമുക്ക് എല്ലാവരും ശ്രദ്ധിച്ചേ, AB യും BC യും കൂട്ടിയാൽ എത്രയാണ്? 18 ആണ്. നമ്മൾ AB X ആണെന്ന് എടുക്കുന്നു. AB എത്രയാ? AB X ആണെന്ന് നമ്മൾ എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ മക്കൾ പറ, BC എത്രയാ? അങ്ങനെയാണെങ്കിൽ BC എത്രയാടാ മക്കളെ? സിമ്പിളായിട്ട് പറയാമല്ലോ. 1 X ആണ്. അപ്പോൾ BC കാണാൻ 18ൽ നിന്ന് X കുറച്ചാൽ മതി. 18ൽ നിന്ന് AB കുറയ്ക്കണം. AB X ആണെന്ന് പറഞ്ഞാൽ 18 - X. സംശയമല്ലല്ലോ. സോ ലെങ്ത് എന്ന് പറയുന്നത്, ഇവിടെ ലെങ്ത് എന്ന് പറയുന്നത് ഞാൻ X എന്നെടുത്തു, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 18 - X എടുത്തു. അത് രണ്ടുമാണ് നമുക്കിനി കണ്ടുപിടിക്കേണ്ടത്. AB ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ആ X നമുക്ക് കണ്ടുപിടിച്ചേ പറ്റൂ, വേറെ വഴിയില്ല. അതിന് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? നമുക്ക് തന്നിട്ടുള്ളത് AC ആണ്. അതെത്രയാ? √164. ശരിയല്ലേ? സ്ക്വയർ റൂട്ട് ഓഫ് 164 ആണ് AC-ൻ്റെ നീളം എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. മക്കൾ, ഈ ഒരു ത്രികോണം നോക്ക്, ABC. അതിൽ B എന്ന് പറയുന്നത് മട്ടമൂലയാണ് അഥവാ റൈറ്റ് ആംഗിൾ ആണ്. കാരണം എന്താ? എടാ, റെക്റ്റാങ്കിൾ എന്ന് പറയുമ്പോൾ എല്ലാ ആംഗിളും 90 അല്ലേ? അപ്പോൾ ആംഗിൾ B എത്രയാ? ആംഗിൾ B 90 ഡിഗ്രിയാണ്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? പൈതഗോറസ് തിയറം. ശരിയല്ലേ? പൈതഗോറസ് തിയറം. സോ ഇവിടെ ശ്രദ്ധിച്ചോ, AB² + BC² = AC². സംശയമില്ല അല്ലേ? AB² + BC², AB² + BC² = AC². സംശയമല്ലേ? സെറ്റാണ്. AB എന്ന് പറയുന്നത് X ആണ്, X² + BC എന്ന് പറയുന്നത് എത്രയാ? 18 - X, 18 - X-ൻ്റെ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു AC². AC എന്ന് പറയുന്നത് √164 ആണ്. അതിൻ്റെ സ്ക്വയർ ചെയ്താൽ 164 എന്ന് കിട്ടും. ഓക്കെ ആണ്, 164. X-ൻ്റെ സ്ക്വയർ, X² തന്നെ എഴുതുക. 18 - X-ൻ്റെ സ്ക്വയർ, 18 - X-ൻ്റെ സ്ക്വയർ. അത് നിങ്ങൾക്ക് കാണാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. 18ൻ്റെ സ്ക്വയർ എത്രയാ? അത് നമുക്ക് കണ്ടുപിടിക്കാം. -2 × 18 36 X + X-ൻ്റെ സ്ക്വയർ X². അതല്ലേ? A - B² എക്സ്പാൻഡ് ചെയ്യാൻ നമ്മൾ പഠിച്ച കാര്യമാണ്. സംശയമല്ലേ? അപ്പോൾ X² ഉം X² 2 X² -36 X, -36 X + 18ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 324. എത്രയാ? 324. ദാറ്റ് ഈസ് ഈക്വൽ ടു 164. ഇതാണ് നമ്മുടെ കയ്യിലുള്ള സമവാക്യം. ഓക്കെ ആണ്. ഇനി നമ്മൾ ചെയ്ത് നോക്കോ, 2 X² -36 X ഈസ് ഈക്വൽ ടു, ഈ പ്ലസ് 324 അതിനെ ഞാൻ അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോവാം. അപ്പം 164 - 324. ഓക്കെ ആണ്, സിമ്പിളേ. അടുത്ത സ്റ്റെപ്പ് നോക്കിക്കോ, 2X² - 36 X. 164ൽ നിന്ന് 324 കുറച്ചാൽ, 164 - 324 എന്ന് പറഞ്ഞാൽ 324 കുറച്ചാൽ 160 ആണ്. തിരിച്ചു കുറയ്ക്കുക, വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിൻ്റെ മുന്നിലുള്ള ചിഹ്നം. സോ -160. എത്രയാണ്? -160. സിമ്പിളാണേ,
സെറ്റാണേ, സംശയമൊന്നുമില്ലേ. ഇനി അടുത്ത സ്റ്റെപ്പ്, ഇവിടെ 2x² ഇല്ലേ, ഇവിടെ 36 ഇരട്ട സംഖ്യയാണ്, ശരിയല്ലേ. 160 അതും ഇരട്ട സംഖ്യയാണ്. ഇവിടെ 2, എല്ലാത്തിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ x². എല്ലാവരും ശ്രദ്ധിച്ചേ, എല്ലാത്തിനെയും ഞാൻ എന്താക്കുന്നു, 2 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുന്നു. എല്ലാവരെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? x² - 18x = 160ന്റെ പകുതി 80 - 80. ഓക്കെ ആണോ? x² - 8x = -80. സംശയമല്ല, സംശയമല്ല. x² - 18x, x² - 18xനോട് ഞാൻ എന്താണ് കൂട്ടേണ്ടത്? ഇവിടെ -80 ആണ്, അതിനോട് അതേ നമ്പർ കൂട്ടണം. ഇവിടെ 18ന്റെ പകുതി 9, 9² 9² എന്ന് പറഞ്ഞാൽ 81. രണ്ട് സൈഡിലും ആ നമ്പർ ആഡ് ചെയ്യുന്നു. അപ്പൊ ഇതെന്താ? ഇത് x - 9². സംശയമല്ല, x - 9². 81 പ്ലസ് ഉള്ളത് 81 ആണ്. 81 ആദ്യം എഴുതി, -80. അതായത് x - 9ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണ്. 1. അപ്പൊ x - 9 എത്രയാ? x - 9 എന്ന് പറയുന്നത് 1 തന്നെയാണ് അല്ലേ? x - 9 എന്ന് പറയുന്നത് 1 ആണ്. x - 9 1 ആണെങ്കിൽ x എത്രയാ? ഈ -9 ഇങ്ങോട്ട് വരുമ്പോൾ +9. 1 + 9 10 സെന്റിമീറ്റർ. സംശയമല്ലല്ലോ, സംശയമല്ലല്ലോ. x എന്ന് പറയുന്നത് 1 + 9, അതായത് 10 സെന്റിമീറ്റർ ആണ് എന്ന് നമുക്ക് കിട്ടി. x 10 സെന്റിമീറ്റർ. x അല്ലേ നമ്മുടെ എ ബി? x അല്ലേ നമ്മുടെ എ ബി? യെസ്, x = 10 സെന്റിമീറ്റർ. അപ്പോൾ ഈ ബി സി എത്രയാ? 18 - 10, അതായത് 8 സെന്റിമീറ്റർ. മക്കളെ കൂട്ടി നോക്ക്, 18ഉം 8ഉം കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാ? കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 18 തന്നെ കിട്ടും. 10ഉം 8ഉം ആണ്. സെറ്റല്ലേ? റെക്റ്റാങ്കിളിൻ്റെ സൈഡുകൾ ഈ രീതിയിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, അവസാനം വരെ കാണുക. നോക്കുക, ഇതേപോലെ തന്നെ ചുറ്റളവ് തന്നിട്ടുണ്ട്. ചുറ്റളവ് 48 സെന്റിമീറ്റർ ആണെങ്കിൽ മക്കൾ പറ, നീളവും വീതിയും കൂടെ കൂട്ടിയാൽ എത്രയാ? 48ന്റെ പകുതി 24 സെന്റിമീറ്റർ. എത്രയാ? 24 സെന്റിമീറ്റർ. ഇനി പരപ്പളവ് തന്നിട്ടുണ്ട്. എന്ത് തന്നിട്ടുണ്ട്? പരപ്പളവ് തന്നിട്ടുണ്ട്. നീളം x ആണെങ്കിൽ വീതി എത്രയാ? നീളവും വീതിയും കൂട്ടിയാൽ 24. അപ്പൊ 24ൽ നിന്ന് നീളം കുറച്ചാൽ മതി വീതി കാണാൻ. നീളവും വീതിയും കൂട്ടിയാൽ 24. ഓക്കെ, 24ൽ നിന്ന് നീളം കുറച്ചാൽ വീതി കിട്ടും. സെറ്റാ? ഓക്കെ ആണേ. അപ്പോൾ ഇത് തമ്മിൽ ഗുണിച്ചാൽ ഏരിയ, പരപ്പളവ് എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. x × 24 - x ആണല്ലോ. സിമ്പിൾ. എത്രയാണ് ഏരിയ? നോക്ക്, 135. 135. x × 24 24x - x × x x². സംശയമില്ലല്ലോ, സംശയമില്ല. that is equal to 135. ഓക്കെ അല്ലേ? ഒന്ന് തിരിച്ചാളി. x² - 24x. അപ്പൊ ഇപ്പുറത്ത് എന്തിടുക? ഒരു മൈനസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇപ്പുറത്ത് മൈനസ് ഇട്ട് കൊടുക്കുക. ഇനി ഏത് നമ്പർ ആഡ് ചെയ്യേണ്ടത്? x² - 24x നമ്മൾ എന്ത് ആഡ് ചെയ്യുക? 24ന്റെ പകുതി 12 ആണ്, 12ന്റെ സ്ക്വയർ. അപ്പോൾ ഇവിടെയോ -135നോട് 12ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 144. ശരിയല്ലേ? സിമ്പിൾ അല്ലേ? യെസ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോ, ഇവിടെ ശ്രദ്ധിച്ചോ, ഇവിടെ ശ്രദ്ധിച്ചോ. എല്ലാവരും ശ്രദ്ധിക്കുക. x² - 24x + 12 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? x - 12ന്റെ സ്ക്വയർ = -135 + 144 എന്ന് പറഞ്ഞാൽ അത് 144 - 135 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 9. ഓക്കെ ആണോ? ഈ കാണുന്നത് എന്ത് തന്നെയാണ്? ഇത് തന്നെയാണ്. ഇതിൻ്റെ ഉത്തരം 9 ആണ്. സോ എത്രയാണ്? x - 12ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 9. x - 12ന്റെ സ്ക്വയർ 9 ആണെങ്കിൽ x - 12 എത്രയാ? √9, അതായത് 3. ഓക്കെ, നീളമായതുകൊണ്ട് നെഗറ്റീവ് നോക്കണ്ട. സോ x - 12 എന്ന് പറയുന്നത് 3 ആണെങ്കിൽ x എത്രയാ? 3 + 12. 12നെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു 15 സെന്റിമീറ്റർ. എത്രയാണ്? 15 സെന്റിമീറ്റർ. x 15 ആണെങ്കിൽ നീളം എന്ന് പറയുന്നത് 15 ആണെങ്കിൽ വീതി എത്രയാ? 24 - 15, അതായത് 9 സെന്റിമീറ്റർ. ഓക്കെ ആണേ? സംശയമല്ലേ? 9 സെന്റിമീറ്റർ ആണെന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്. ഈ ഒരു ക്വസ്റ്റ്യന് നിങ്ങൾ ആൻസർ പറയണം. ഒരു റെക്റ്റാങ്കിൾ ഞാനിവിടെ വരയ്ക്കുന്നു.
ഓക്കെ, ഈ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് നിങ്ങളോട് പറയാണ് 40 സെൻറ്റിമീറ്റർ. എത്രയാണ്? 40 സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ റെക്റ്റാങ്കിളിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ABCD എന്ന് പറയുന്ന ഈ റെക്റ്റാങ്കിളിൽ AD പ്ലസ് CD എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. AD പ്ലസ് CD, ഇതാണ് AD, ഇതാണ് CD. ഈ നീളം കൂട്ടിയാൽ എത്രയാണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതിൻ്റെ ആൻസർ മക്കൾ കമൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. മറന്നു പോകണ്ട, 7:30-ക്കാണ് നമ്മളുടെ ലൈവ്. ആ ലൈവ് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. ബൈ.